ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ഇപ്പോൾ അനിമോൾ ആകെ വിങ്ങി പൊട്ടിയിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. കാരണം ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുന്നു. എന്നിട്ടൊരു ടാസ്ക് ലെറ്റർ കൊടുക്കുകയാണ്. ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പിൻ്റെയും ലീഡർ അക്ബറും ഒനിയനും ആകാൻ പറഞ്ഞിരിക്കുന്നു. ഒരു ഗ്രൂപ്പിൽ 6 പേര് വീതമാണ്. പക്ഷേ ഇവർ 13 കണ്ടസ്റ്റൻസ് ആണ്. അവർ 2 ഗ്രൂപ്പിലെയും ഗ്രൂപ്പ് ലീഡർമാർ ഇഷ്ടമുള്ള 6 പേരെ വീതം സെലക്ട് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ആൾ അതിൻ്റെ വിധികർത്താവ് എന്നാണ് ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ അനീഷ് പറഞ്ഞ് ഞാൻ വിധികർത്താവാകാം എന്ന് പറഞ്ഞു. പക്ഷേ അത് ഒനിയൻ സമ്മതിച്ചില്ല. ഒനിയൻ പറഞ്ഞ് അനീഷ് എൻ്റെ ഗ്രൂപ്പിൽ വേണം. അങ്ങനെ അക്ബറും ഒനിയനും ഓരോരുത്തരെ വിളിക്കാൻ തുടങ്ങി. ഒനിയൻ സാബു ആദ്യം അനീഷിനെ വിളിച്ചു, അത് കഴിഞ്ഞ് നൂറയെ വിളിച്ച്, അങ്ങനെ ജെസ്സിലിനെ വിളിച്ച്, നെവിനെ വിളിച്ച്, ഷാനവാസിനെ വിളിച്ച്, അക്ബർ, ആദില, പിന്നെ ബിന്നി ഇവരെ 2 പേരെ ആദ്യം വിളിച്ച്, പിന്നെ സാബുമോനെ വിളിച്ച്, പിന്നെ ലക്ഷ്മിയെ വിളിച്ച്, ആര്യനെ വിളിച്ച്. പക്ഷേ അനിമോള ആരും മൈൻഡ് ചെയ്തില്ല. അനിമോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പം നൂറായിക്ക് മനസ്സിലായി അനിമോൾക്ക് ഒരുപാട് വിഷമായിരുന്നു. അപ്പം നൂറ ഒനിയൻ സാബുവിനോട് പറഞ്ഞ് ഞാൻ വിധികർത്താവാം, അനുമോള ഗെയിമിലോട്ട് എടുക്കാൻ പറഞ്ഞ്. അപ്പം ഒനിയൻ സാബു സമ്മതിച്ചില്ല. അതുപോലെ നെവിനും പറഞ്ഞ്, എന്നിട്ടും സമ്മതിച്ചില്ല. പക്ഷേ വിധികർത്താവാകാൻ ഇവരെല്ലാം വന്നിട്ടും ഇവരാരും സമ്മതിച്ചില്ല. എന്നാൽ വിധികർത്താവാകാതെ ടാസ്കിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ച അനിമോള ആരും ഒട്ടും മൈൻഡ് ചെയ്തില്ല. ആ ഒരു വേദനയിൽ അനിമോൾ ഇങ്ങനെ കുറേ നേരം അവിടെ തന്നെ ഇരിക്കുകയാണ്, കണ്ണെല്ലാം നിറഞ്ഞിട്ട്. അപ്പം നൂറായും നെവിനും വന്നിട്ട് ചോദിക്കുന്നത് എന്താണ് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന വിഷമമായോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അനിമോൾ ഇല്ല എന്ന് പറയുന്നത്. എങ്കിലും അനിമോൾക്ക് ഒരുപാട് വിഷമമായി. ആരും അതിൽ വിധികർത്താവാകാമെന്ന് പറഞ്ഞ് അനീഷ് വന്നിട്ട് പോലും അനീഷിനെ എടുത്തിട്ട് അനിമോള ആരും വിളിച്ചില്ലല്ലോ എന്നോർത്ത്. അങ്ങനെ ഇപ്പോൾ ടാസ്ക് തുടങ്ങാൻ പോവുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.